ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് MBOCയുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ ഇനി പള്ളിയിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുവാണ്. തൊട്ട് മുന്നേയായിട്ട് രാത്രി കേക്ക് കട്ടിങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അശ്വിനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, രാത്രി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അശ്വിനിക്കും തൊട്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടിലത്തെ ആൻറ്റിക്കും കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാനായിട്ട് ഞാൻ എബിയുടെ കയ്യിൽ എടുത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഒരുങ്ങാനായിട്ട് പോയത് കേട്ടോ. അവർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് MBOC തീരുന്നതിൻ്റെ ഒരു സങ്കടവും ഉണ്ട്, പിന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് എബിയും കൊണ്ട് പോകാനായിട്ട് പറ്റിയല്ലോ എന്ന്. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരേക്കും എബിയും കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു സന്തോഷമുണ്ട്, പിന്നെ തീരുന്നതിൻ്റെ ഒരു സങ്കടം പിള്ളേർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസം കൂടെ ആയിരുന്നു ഇന്ന്. പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം തീർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് ഞങ്ങളെ പള്ളിയിലോട്ട് കൊണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ പള്ളിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണ് കേട്ടോ ഇന്നത്തെ ഒരു ഫുഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ. കുർബാന കഴിഞ്ഞതിന് ശേഷം പിള്ളേരെല്ലാവരും ഇരുത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ പിള്ളേർക്ക് ഇന്ന് എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അവർ എക്സാമൊക്കെ നടത്തുന്ന ടൈം കൊണ്ട് ഞങ്ങളായിരുന്നു വെള്ളം ഉണ്ടാക്കിയത് കേട്ടോ, നാരങ്ങ വെള്ളം ഉണ്ടാക്കിയത്. അപ്പോൾ അത് ബീട്രൂട്ടൊക്കെ ഇട്ട് അടിച്ച് നാരങ്ങ വെള്ളം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അതൊക്കെ കൊടുത്തു, ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പിന്നീട് ഫുഡ് നമ്മൾ വെച്ച് കൊണ്ടാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ പിള്ളേർക്ക് ഒരു ഫാഷൻ ഷോ ഒക്കെ ഉണ്ട്. നമ്മളെ ബൈബിളിനെ ആധാരമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫാഷൻ ഷോയും, അപ്പോൾ നമ്മുടെ ബൈബിളിൽ എന്തൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ലൈബ്രറി പോലെ തയ്യാറാക്കുന്ന എക്സ്പോ പോലെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിള്ളേരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുക്കി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഓരോ ബൈബിളിൽ ഓരോ കഥാപാത്രങ്ങളെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചത്തെ ഫുഡ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി ഞാൻ അച്ചാറാണ് വിളമ്പിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വേറെയും കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞാലും പറ്റത്തില്ല, ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ആ കടലിൽ കൂടെ മഴ പെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുറേ നേരം മഴ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഗ്രൂപ്പൊക്കെ തിരിഞ്ഞ് പിള്ളേർക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ പോലെയൊക്കെ ഇന്നും കൂടെ ലാസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് ചെറിയൊരു കോമ്പറ്റീഷൻ പോലെ നടത്തി. കോമ്പറ്റീഷനാണ് എങ്കിൽ പോലും അത് വലിയൊരു പ്രൈസ് കൊടുക്കുന്ന ആ രീതിയിലല്ല, എല്ലാവർക്കും ഒരു ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ സ്പീഡ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നത് കേട്ടോ. ഇത് വളരെ സ്ലോലി ആയിട്ട് അവർ കളിച്ചൊരു ഗെയിമാണ്. ഞാൻ ഇങ്ങനെ സ്പീഡ് ഇട്ടത് കൊണ്ട് നിങ്ങൾക്കിത് ഭയങ്കര പാടാണോ, പിള്ളേരെന്തെങ്കിലും വീഴുവാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാണ് കേട്ടോ. ഞാൻ വളരെ ടൈം നല്ല കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത്. പിന്നെ വൈകുന്നേരം സമാപനമായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ സമ്മാനങ്ങൾ കൊടുത്തു. ഓരോ ഗ്രൂപ്പ് വൈസും സമ്മാനങ്ങൾ കൊടുത്തു കേട്ടോ. ഒരു ഫസ്റ്റും സെക്കൻഡും തേർഡും 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3 ഗ്രൂപ്പിനും സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഓരോ ഇൻഡിവിജ്വലായിട്ടും കുറച്ച് പേർക്ക് സമ്മാനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഈ ടീമിനായിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രൈസും അവർക്കും കൊടുത്തു. പിന്നെ സിസ്റ്ററും അച്ഛനും ഒക്കെ MBOCയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. പിന്നീട് പിള്ളേർക്ക് എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഗേൾസ് ഒരു സെക്ഷനും ബോയ്സ് ഒരു സെക്ഷനും ഒക്കെ ആയിട്ട് നിന്നായിരുന്നു അവർ ഡാൻസൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ടീച്ചേഴ്സും കുറച്ച് പേരൊക്കെ എഴുതി നിന്ന് കളിച്ചു കേട്ടോ. ടീച്ചേഴ്സും സാറുമാരൊക്കെ ഇത് സൈഡിലുണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഡാൻസ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ടീച്ചറായിട്ടും ആദ്യമായിട്ടാണ് MBOCയുടെ വരുന്നത് കേട്ടോ. മുമ്പ് ഞങ്ങൾ കല്യാണത്തിന് മുന്നേ വരെയൊക്കെ ഒരു സ്റ്റുഡൻ്റായിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അവിടെ എല്ലാ കോമ്പറ്റീഷനും എല്ലാത്തിനും പങ്കെടുക്കുമായിരുന്നു. അതൊക്കെ വേറൊരു രസമായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ പോവുക, പിള്ളേരെ നോക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര പാടുള്ളതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഇതായിരുന്നു. അടുത്ത വർഷം ഇതുപോലെ പോകാൻ പറ്റുവാണെങ്കിൽ പോകണം എന്ന് നല്ലതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ദൈവം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാം. അതുപോലെ തന്നെ അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കൊരു ആഗ്രഹം ആഗ്രഹിച്ചിട്ട്
വെറുതെ ഇരിക്കുക മാത്രമല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളത് പ്രയത്നിക്കുകയും ചെയ്യണം. അത് കഴിയുമ്പോഴും നമുക്ക് ദൈവം എന്താണെന്ന് വെച്ച് ദൈവം അത് നടത്തിത്തരും. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ പല കാര്യങ്ങളും പ്രയത്നിക്കാറുണ്ട്. വെറുതെ ഇരിക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമല്ല. എന്നെ കൊണ്ടാവുന്ന എന്താണോ അതൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ദൈവം എന്താണെന്ന് വെച്ച് നമുക്ക് നടത്തി തരട്ടെ. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, സാറുമാരൊക്കെ ഡാൻസ് ചെയ്തൊക്കെ കണ്ടോ നിങ്ങളെല്ലാവരും. പിന്നെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഡേ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കൊടി ഉയർത്തിയിട്ടുണ്ടായിരുന്നു MBOCയുടെ. അത് കൊടിയൊക്കെ താഴ്ത്തി. പിന്നെ ചായയും ബട്ടർ ബന്നുമാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തു കൊടുത്തു. അപ്പോൾ ഞാൻ ബണ്ണെടുത്ത് കൊടുത്തു, ചേച്ചിമാർ രണ്ടുപേരും ചായയൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ചേട്ടൻ വന്ന് വിളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. വീട്ടിൽ ഈ നമ്മൾ പള്ളിയുടെ സൈഡിലാണ് നമ്മൾ നിർത്തി കേട്ടോ. അങ്ങോട്ട് കുറച്ച് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ പള്ളി വഴി നമുക്ക് വണ്ടി പോകത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ബീനയുടെ കടയിലോട്ട് വന്നു. അവിടുന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു ചായ ഇടാനായിട്ട് നിന്ന് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ചായയൊക്കെ ഇട്ട് കുടിച്ചു. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ചത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വീട്ടിലും ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ വ്ളോഗൊന്നും പ്രത്യേകിച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.